ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചക്കയും ഇളമ്പക്കയും കൂടി വേവിച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത്. രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കുന്നതാണ്. അപ്പോൾ അതിനായി ചക്ക കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇളമ്പക്ക അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി പുഴുങ്ങി വെച്ചതാണ്. ഇത് രണ്ടും കൂടി ചേർത്താണ് തയ്യാറാക്കുന്നത്. ഇനി ചക്കയിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ചക്ക വേവാൻ ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുഴുങ്ങി വെച്ച ഇളമ്പക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഞങ്ങളിവിടെ ഇതിന് ഇളമ്പക്ക എന്നാണ് പറയാറ്. ഇനി ഇത് മൂടി വെച്ച് വേവിക്കണം. ഇത് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റാറായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങയാണ് ആവശ്യത്തിന് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. തേങ്ങ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുരുമുളക് ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ചക്ക റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുക. കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇവ താളിച്ചൊഴിക്കുക. നല്ല അടിപൊളി ഇളമ്പക്ക ചക്ക വേവിച്ചത് റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. ഇളമ്പക്കയും ആ കുരുമുളക് പൊടിയൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.